ശക്തമായ മഴ തുടർന്നതിനെ തുടർന്ന് പീച്ചി ഡാമിൽ നിന്നും വലിയ അളവിൽ വെള്ളം തുറന്നുവിട്ടപ്പോൾ സംഭവിച്ച വലിയ നാശനഷ്ടങ്ങൾ അഭിമുഖീകരിക്കുകയാണ് ആമ്പല്ലൂർ മേഖലയിലെ ഒരുപാട് വ്യാപാരികൾ. തങ്ങളുടെ വരുമാന മാർഗം അപ്പാടെ നിലച്ചു പോകുന്ന ഒരവസ്ഥയിലേക്ക് വരെ കടന്നു പോകേണ്ടി വന്ന ചില വ്യാപാരി സുഹൃത്തുക്കളുണ്ട് ഇവിടെ. അതുപോലെ തന്നെ ഈ വ്യാപാര സ്ഥാപനങ്ങൾക്ക് സമീപം തന്നെയാണ് പലരും താമസിക്കുന്നത്. വ്യാപാര സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോൾ വിവിധ വ്യാപാര വാണിജ്യ സ്ഥാപനങ്ങൾ കൂടാതെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന വർക്ക്ഷോപ്പുകൾ ഉൾപ്പെടെ ഏകദേശം 200ഓളം സ്ഥാപനങ്ങളിലാണ് മഴക്കെടുതി മൂലം ഈ മനുഷ്യനിർമ്മിത പ്രളയം എന്ന് ആരോപിക്കുന്ന ഈ ഒരു വെള്ളപ്പൊക്കം മൂലം ഈ പ്രദേശത്തെ വ്യാപാരികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും പല വ്യാപാര സ്ഥാപനങ്ങളും തുറക്കാൻ സാധിച്ചിട്ടില്ല. വ്യാപാര സ്ഥാപനങ്ങളുടെ ഷട്ടറുകൾ പോലും തുറക്കാൻ സാധിക്കാത്ത അവസ്ഥയിൽ കഴിയുന്ന വിവിധ വ്യാപാരികളുണ്ട്. അതുപോലെ തന്നെ വെള്ളം കയറിയത് മൂലം കമ്പ്യൂട്ടറുകളും ഫർണിച്ചറുകളും ഒക്കെ തന്നെ നശിച്ചുപോയ, കോടികൾ വിലമതിക്കുന്ന, ലക്ഷങ്ങൾ വിലമതിക്കുന്ന വിവിധ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ നശിച്ചുപോയ വലിയ കെടുതികൾ നേരിടുന്ന വ്യാപാരികളാണ് ഇവിടെയുള്ളത്. ഇവർ നേരിടുന്ന കെടുതികളുടെ കാരണം എന്താണ്? ആരാണ് ഇതിന് ഉത്തരവാദികൾ? എന്താണ് ഒരു പരിഹാര മാർഗം? എങ്ങനെ ഇവർ അതിജീവിക്കും? ഈ വിഷയമാണ് ഈ ഒരു വീഡിയോയിലൂടെ NCTV ന്യൂസ് അന്വേഷിക്കുന്നത്. പാലിയേക്കരയിൽ വെള്ളമെത്തിയപ്പോഴും പ്രദേശത്തെ വ്യാപാരികൾക്ക് മുന്നറിയിപ്പൊന്നും ലഭിച്ചിരുന്നില്ലെന്ന് ഇവർ പറയുന്നു. വിവരമറിഞ്ഞ് എത്തിയപ്പോഴേക്കും കടയുടെ ഷട്ടർ തുറക്കാൻ കഴിയാത്ത വിധം വെള്ളമുയർന്നിരുന്നു. കൂടാതെ ശക്തമായ ഒഴുക്കും പ്രതിസന്ധിയായി. എപ്പോഴാണ് ഈ വെള്ളത്തിന്റെ ശല്യം വന്നത്? ആ വെള്ളം വരുന്ന സമയത്ത് നമുക്ക് സാധനങ്ങൾ മാറ്റാൻ പറ്റിയിരുന്നു? വെള്ളം വരുന്നുള്ള ഇത് യാതൊരു വക മുന്നറിയിപ്പ് ഉണ്ടായിരുന്നില്ലേ? വെള്ളം വരും ഞങ്ങള് മനസ്സിൽ കണക്ക് കൂട്ടിയിട്ട് ഒരു 12 മണിക്ക് വന്നു. രാത്രി 12 മണിക്ക് വന്ന് ഞങ്ങളുടെ എല്ലാ കടക്കാരോടും പറഞ്ഞു ചിലപ്പോ വരാം. പക്ഷെ ഞങ്ങൾ അവിടെ പോയി നോക്കി. അപ്പോ റോട്ടിലൊന്നും വെള്ളമില്ല, വെള്ളം വന്നിട്ടില്ല. പെട്ടെന്നാണ് പിന്നെ പുലർച്ചെ 4 മണിക്ക് നമ്മളിവിടെ കിടന്നുറങ്ങുന്ന ഹിന്ദിക്കാരുണ്ട്. അവര് ഫോൺ ചെയ്ത് പറയാണ്, ചേട്ടാ റോഡ് നിറയെ വെള്ളമായി, കടയിലേക്ക് വെള്ളമായി. ഇത് ഞങ്ങൾ വരാൻ പറ്റിയില്ല. വന്നു, ഇങ്ങോട്ട് കടക്കാൻ പറ്റില്ല. ഭയങ്കര ഒഴുക്ക്. നമ്മള് ആൾക്കാർ പോണേലും വലുതല്ലല്ലോ സാധനങ്ങൾ പോണത്. അത് കണക്കൂട്ടിട്ട് ഒരു സാധനങ്ങളും കാര്യമായിട്ട് ചെയ്യാൻ പറ്റിയില്ല. മെയിനായിട്ട് മുന്നറിയിപ്പില്ലാത്തതാണ് കാരണം. യാതൊരു വക മുന്നറിയിപ്പ് ഉണ്ടായിരുന്നില്ല ഇങ്ങനെ വരും എന്നുള്ള കാര്യത്തിൽ. പിന്നെ ഈ തൊട്ട കടകളിലൊക്കെ ഫ്രിഡ്ജ്, ഫ്രീസറൊക്കെ ഉള്ള ആൾക്കാരാ. എല്ലാ സാധനങ്ങളും വെള്ളത്തിനടിയിലായി. സാധനങ്ങൾ തന്നെ കുറെ അധികം പോയി. ഒക്കെ താഴ്ചയിൽ വയ്ക്കുന്നു, വലിയ ഉയരത്തിലല്ല ഇരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ കുറെ നാശനഷ്ടങ്ങൾ ഉണ്ടായി. ഞങ്ങള് പരമാവധി നോക്കി കടക്കാൻ പറ്റില്ല. റോഡിന്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് കടക്കാൻ പറ്റില്ലേ. എന്നിട്ട് JCB വെച്ച് റോഡ് പൊട്ടിക്കാൻ, ഹൈവേറെ റോഡ് പൊളിച്ചു കളയാൻ വരെ നോക്കി JCB വിളിച്ച്. പക്ഷെ അതിന് അനുമതി കിട്ടണ്ടേ? നമുക്ക് ഇവിടെ പാലിയേക്കര മേഖലകളിൽ പെട്ടെന്നുള്ള വെള്ളം കയറിയിട്ട് പല കടകളും ഇപ്പോൾ വളരെയധികം ബുദ്ധിമുട്ടായി. ഇപ്പോൾ ഇവിടെ ഈ ചേട്ടനെ സംബന്ധിച്ച് ഞങ്ങളിവിടെ വന്ന് നോക്കിയപ്പോൾ ഫ്രിഡ്ജും ഒരുപാട് ഭക്ഷ്യസാധനങ്ങൾ, കംപ്ലീറ്റ് സാധനങ്ങൾ, ലക്ഷക്കണക്കിന് രൂപ വരെ നഷ്ടമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇവിടുത്തെ വ്യാപാരികൾക്കൊക്കെ കുടുംബങ്ങൾക്കും ഒരുപാട് ബുദ്ധിമുട്ട് ഉണ്ടായി. ഈ വെള്ളം ഇത് വന്ന മൂലം ഇനിയും ഒരു അറിയിപ്പ് ഇല്ലാതെ ഇത്തരം നടപടികൾ ഉണ്ടാവരുത്. ഇവിടെ ജനങ്ങൾ വളരെയധികം, ഞങ്ങൾ വന്നപ്പോൾ ഇതൊക്കെ അടച്ചിട്ടൊക്കെ ഇപ്പോഴും തുറന്ന് വൃത്തിയാക്കി കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും ഇങ്ങനെ ഈ ചേട്ടനൊക്കെ വന്നപ്പോൾ ഞങ്ങളോട് പറഞ്ഞു ഇത് വൃത്തിയാക്കാനായിട്ട് ഒരു 4 ദിവസം പിടിക്കും. ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ തുറന്നിട്ടുന്നുള്ള ഇപ്പോഴും വൃത്തിയാക്കൽ കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഇനിയും ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാവാതിരിക്കാൻ അധികാരികൾ ശ്രദ്ധിക്കണം. വീഴ്ചകൾ ഇനി ഉണ്ടാവാൻ പാടില്ല. ഇത് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു അറിയിപ്പായിട്ട് കരുതാം, മുന്നറിയിപ്പായിട്ട്. എനിക്കിപ്പോ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു 50 രൂപയിലും മേലെ വന്നിട്ടുണ്ട്. ഫ്രിഡ്ജ് പോയിട്ട് ഫ്രിഡ്ജ് റിപ്പയർ ചെയ്യാൻ തന്നെ നല്ലൊരു പൈസ വന്നു. അതെ, മോട്ടറും കമ്പ്രസറും പോയി, ആണ് വർക്ക് ചെയ്യാൻ പറ്റാത്തതാണ്. ഫ്രീസറിൽ ഭാഗ്യം കൊണ്ട് കുറച്ച് പേരുടെ ഒരു സാധനം കൊണ്ട് ഫ്രീസർ കുറച്ച് പൊക്കി വയ്ക്കാൻ പറ്റി. അല്ലെങ്കിൽ ഫ്രീസറിന് മാത്രം 33,000 രൂപ വിലയുണ്ട്. നോക്കാൻ പറ്റിയതുകൊണ്ട് അതിന് കാര്യമായിട്ടില്ല. പക്ഷെ ഫ്രിഡ്ജ് പോയി. അതുപോലെ ഷോപ്പില് സാധനങ്ങളുണ്ട്. സാധനങ്ങൾ നന്നായിട്ട് വേണ്ട. ഈ നെയിൽ കട്ടർക്ക് 65 രൂപയോളം വിലയുള്ളതാണ്. അതൊരു 3 ഡസൻ ഉണ്ടായിരുന്നു, അത് പോയി. അതുപോലെ പല ഐറ്റംസും. ആമ്പല്ലൂർ സെന്ററിനു സമീപം വിവിധ വർക്ക്ഷോപ്പുകളും ഓട്ടോ, ഇലക്ട്രിക്കൽ, വെൽഡിംഗ് തുടങ്ങിയ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന സ്ഥലമാണ് ഇവിടെ. ഈ വർക്ക്ഷോപ്പുകളിൽ ഉപയോഗിക്കുന്ന ഭാരമേറിയ പല മെഷീനറികളും വെള്ളം കയറിയ നിലയിലായി. ഇനി തകരാറുകൾ പരിഹരിച്ച് സാധാരണ നിലയിലാക്കാൻ പലർക്കും ദിവസങ്ങൾ കാത്തിരിക്കണം. മഴക്കെടുതി മൂലം ആമ്പല്ലൂർ മേഖലയും വലിയ ദുരിതങ്ങൾ തന്നെയാണ് അനുഭവിക്കേണ്ടി വന്നത്. വിശേഷിച്ചും ആമ്പല്ലൂർ പ്രദേശത്തെ വ്യാപാരികൾക്കുണ്ടായിട്ടുള്ള നഷ്ടത്തിന്
ഒരു കയ്യും കണക്കുമില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. എത്ര ദിവസങ്ങൾ കഴിഞ്ഞാലാണ്, എത്ര നാളുകൾ കഴിഞ്ഞാലാണ് പഴയ ഒരവസ്ഥയിലേക്ക് വ്യാപാരികൾക്ക് കടന്നു വരാൻ സാധിക്കുക എന്നത് ഇപ്പോഴും ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ്. നമുക്ക് ചോദിച്ചറിയാം അവരെത്രത്തോളം ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന്. എത്രത്തോളം ഒരു ബുദ്ധിമുട്ട് നേരിട്ടു? പ്രത്യേകിച്ച് ഇവിടെ സ്ഥാപനത്തിന്റെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നതും. അപ്പം പുലർച്ചെ എഴുന്നേൽക്കുന്ന സമയത്താണ്, നേരം വെളുക്കുമ്പോഴാണ് ശരിക്കും വെള്ളത്തിന്റെ അവസ്ഥ അറിയുന്നത് അല്ലെ? 11:30-12 ആയപ്പോ കുറേശ്ശെ വെള്ളം കയറി തുടങ്ങി. ഞങ്ങള് ഇവിടെ എല്ലാവരും പ്രായമായിട്ടുള്ള ആൾക്കാരാണ്, ഞാൻ മാത്രമാണ് ഇവിടെ ഉള്ളത്. നമുക്ക് മാക്സിമം കയറ്റാൻ പറ്റാവുന്ന കാര്യങ്ങളൊക്കെ കയറ്റി, വീട്ടിലാണെങ്കിലും ഇവിടെ ആണെങ്കിലും. പക്ഷെ നഷ്ടങ്ങൾ ഒരുപാട്. ഇപ്പൊ ഇലക്ട്രിക്കലില് എത്രത്തോളം കയറ്റാൻ പറ്റുന്നതിനൊക്കെ പരിമിതികളുണ്ടല്ലോ. മാക്സിമം കയറ്റാൻ നോക്കി, പക്ഷെ എന്നാലും രക്ഷയൊന്നുമില്ല. എല്ലാം പോയൊരവസ്ഥയിലാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 14 ലക്ഷം രൂപയുടെ അടുത്ത് നമുക്കിപ്പോൾ ഇലക്ട്രിക്കലിൽ മാത്രം നമുക്ക് നഷ്ടം വന്നിട്ടുണ്ട്. ഇത് 100% ആയിട്ടും ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ എന്ന് വേണമെങ്കിൽ ഞാൻ പറയാം. അല്ലാതെ നമുക്കിവിടെ ഒരു വാണിംഗ് പോലും വന്നിരുന്നില്ല. ഒരു വാണിംഗെങ്കിലും തരുമായിരുന്നെങ്കിൽ, അറ്റ്ലീസ്റ്റ് ഒരു 6:30 വൈകുന്നേരം 6:30 തരുമായിരുന്നെങ്കിൽ നമുക്ക് ഈ പ്രശ്നങ്ങളൊന്നും ഒരു പരിധി വരെയെങ്കിലും നമുക്ക് ബ്ലോക്ക് ചെയ്ത് മാറ്റി വയ്ക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പോഴുള്ള അവസ്ഥയിൽ പിന്നെ അച്ഛനായാലും അമ്മയായാലും എൻ്റെ പാപ്പനായാലും ഇളയമ്മയായാലും അവരൊക്കെ ഇവിടെ സ്റ്റക്ക് ഓൺ ആയിപ്പോയി. വീടിൻ്റെ മുകളിൽ സ്റ്റക്ക് ഓൺ ആയിപ്പോയി. കാരണം പുഴ ഗതി മാറി ഒഴുകി ഞങ്ങൾക്ക് പോലും അടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറി. പിന്നെ നടന്നു നീങ്ങാൻ പോലും പറ്റാത്ത അത്ര ഒഴുക്ക്. അതെ, ഭയങ്കര ഒഴുക്കാണ്. ഭയങ്കരമായിട്ട് പൊങ്ങിയില്ലെങ്കിലും ആ ഒഴുക്കിലൂടെ നമുക്ക് ആർക്കും ക്രോസ് ചെയ്യാനോ പിടിക്കാനോ പറ്റില്ല. എന്നിട്ട് പിന്നെ റെസ്ക്യൂ ടീം വന്നിട്ടാണ് പിറ്റേ ദിവസം 11:30-12 ആയപ്പോഴാണ് അവർ വന്ന് റെസ്ക്യൂ ചെയ്ത് കൊണ്ടുപോയത്. പേപ്പറിലൊക്കെ പിറ്റേ ദിവസം വരെ സ്റ്റക്ക് ഓൺ ആയിരുന്നു. അത് ജീവനൊന്നും നഷ്ടപ്പെട്ടില്ല, ഭാഗ്യം. പക്ഷെ നമ്മുടെ നഷ്ടങ്ങൾ പറയുകയാണെങ്കിൽ ഒരു രീതിയിലും നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ. എനിക്ക് ഫുഡ് വെയറിന്റെ ഷോപ്പാണ്. ഈ സംഭവിച്ച പ്രളയത്തിന്റെ അടിയിൽ പതിച്ച് കിടക്കുന്ന റൂമാണ്. എനിക്ക് കുറഞ്ഞത് 3 ലക്ഷം രൂപയിലും കൂടുതലായിട്ട് നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ഇത് ഒരു പരിധി വരെ ഗവൺമെന്റിന് ഈ വെള്ളത്തിനെ നിയന്ത്രിക്കാമായിരുന്നു. അവരതൊന്നും ചെയ്യാതെ ഈ വെള്ളം തോന്നിയ പോലെ ഇട്ടിട്ടാണ് ഈ പുഴയിലൂടെ വെള്ളം വന്നിട്ടാണ് ഒരുപാട് പ്രശ്നം ഉണ്ടായിരുന്നത്. പുഴയിലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 30% ചെളിയും മണലും വന്ന് അടിഞ്ഞെടുക്കുകയാണ്. അത് നീക്കാതെ നമ്മുടെ ഇതിനൊരു പരിഹാരം ഉണ്ടാവില്ല. അത് നീക്കാതെ പോലെ ഭിത്തി കെട്ട, അതായത് പഞ്ചായത്ത് ഓരോ സൈഡിലും ഭിത്തി കെട്ടി ഇത് അതിജീവിക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇവിടെ ഈ വെള്ളം ഒഴുകി പോയിട്ട് 5 പാലങ്ങളുണ്ട്. അതിൽ 3 പാലം അടഞ്ഞെടുക്കുക. വെള്ളം ഒഴുകി പോകണില്ല. ഈ പുഴയിൽ നിന്ന് വരുന്ന വെള്ളം പോവാത്തതുകൊണ്ടാണ് ഇപ്പം ഈ പ്രശ്നം വന്നവിടെ. അതുണ്ടാവാണ്ട് നോക്കാണ്ട് ഉത്തരവാദിത്തം പഞ്ചായത്തിന് ഗവൺമെന്റിനുണ്ട്. ഈ പഞ്ചായത്തുകാർ പുഴ മണ്ടയിൽ താമസിച്ചിരുന്ന ആൾക്കാർക്ക് ഇവിടെ വീട് വെച്ച് കൊടുത്തു കനാൽ മണ്ടയിൽ. അപ്പോൾ കനാലിൻ്റെ വീതി കുറഞ്ഞു, വെള്ളം ഒഴുകി പോകാൻ വേറെ മാർഗമില്ല. അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചത്. ഇതിപ്പോൾ 2018 ആദ്യമായിട്ട് സംഭവിച്ചുകൊണ്ട് നമുക്ക് എന്താണെന്ന് അറിയില്ലായിരുന്നു. പക്ഷെ ഈ പ്രാവശ്യം ഉണ്ടായത് മനഃപൂർവ്വം ഉണ്ടാക്കിയൊരു വെള്ളപ്പൊക്കമാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് ടയറിന്റെ ഷോപ്പാണ്. അപ്പോൾ ഷോപ്പിൽ വെള്ളം കയറി ഒരുപാട് നഷ്ടങ്ങളുണ്ടായി. അത് കഴിഞ്ഞ് ഷോപ്പ് അടച്ച് വീട്ടിലേക്ക് പോണ വഴിക്ക് പുറത്തിനൊരു തെരുവ് നായും കടിച്ച് വിട്ടിട്ട് തന്നെ പാമ്പ് പിടിച്ച് പറഞ്ഞ പോലെ വെള്ളം കയറി നിൽക്കുന്ന പട്ടിങ് കടിച്ച് അങ്ങനത്തെ അവസ്ഥയിലാണ്. എൻ്റെ ഇലക്ട്രിക് കടയാണ് ഇത്. നമ്മുടെ അത്യധ്വാനം കൊണ്ട് നമ്മൾ സമ്പാദിച്ചതൊക്കെ ഒരൊറ്റ രാത്രി കൊണ്ട് ഇല്ലാതാകുന്ന അവസ്ഥ വളരെ ദയനീയമാണ്. അത് അനുഭവിക്കുന്നവർക്കാണ് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അറിയുക. നമ്മൾ സാമ്പത്തികമായിട്ട് കരകയറി തുടങ്ങുമ്പോഴേക്കും വീണ്ടും അടുത്ത പ്രളയമോ മറ്റു ബുദ്ധിമുട്ടുകളൊക്കെ വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കഷ്ടമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പ്രകൃതി നമുക്ക് നൽകുന്നത് ആർക്കും തടയാൻ സാധിക്കില്ല. പക്ഷേ അധികാരികളുടെ അനാസ്ഥ മൂലം അത് സംഭവിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുനുമേൽ കുരു എന്ന പോലെ മനുഷ്യരെ പ്രകൃതിയുടെ അനുഭവിച്ചതിന് കൂടുതൽ ഉദ്യോഗസ്ഥന്മാരെ അനാസ്ഥയോടുകൂടി അനുഭവിക്കേണ്ട ഗതികേട് വന്നു കഴിഞ്ഞാൽ അതിനാരാണ് സമാധാനം പറയുക? ഗവൺമെന്റിന് എന്ത് ചെയ്യാൻ സാധിക്കും? ഞങ്ങളൊക്കെ ആരോടാണ് പരാതി പറയുക? പരാതി പറയാനുള്ളവരാണ് അനാസ്ഥ കാണിക്കുന്നത്. ഈ ആമ്പല്ലൂരിന്റെ വർക്ക്ഷോപ്പുകൾ പ്രവർത്തിക്കുന്ന ഈ ഒരു മേഖലയിൽ എത്രത്തോളം ഈ ഒരു പ്രളയം മൂലം നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും? ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ ശരിക്കും ആ ഒരു അറിയിപ്പിനാണെന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ വെളുപ്പിന് ഒരു 2 മണിക്ക് ശേഷം നമുക്ക് വ്യാപാരി വ്യവസായ ഗ്രൂപ്പിൽ വന്നത് വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണത്. എന്നാലും പരമാവധി ഒന്ന് എല്ലാം കൂടെ നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. ഒരുപാട് വണ്ടികൾ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചില വണ്ടികൾ ഓടിക്കാൻ പറ്റാത്ത കണ്ടീഷനാണ്. അപ്പോൾ അങ്ങനത്തെ വണ്ടികളൊക്കെ വെള്ളത്തിൽ മുങ്ങനെ ചെയ്തു. അപ്പോൾ പെട്ടെന്ന് വെള്ളം കയറി നമുക്ക് ശരക്ക് മുകളിൽ ഇവിടെ നല്ല രീതിയിൽ വെള്ളം കയറിയിട്ടാണ്. ഒരുപാട് സ്പെയർ പാർട്സുകൾ ഇതുപോലെ നാശനഷ്ടം വന്നിട്ടുണ്ട്. മെഷീനറീസ് നാശനഷ്ടം വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് നാശനഷ്ടങ്ങൾ നമുക്ക് ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. ഒരു അറിയിപ്പും നമുക്ക് അധികാരികളുടെ നിന്ന് കിട്ടിയിട്ടില്ല. പെട്ടെന്ന് വ്യാപാരി വ്യവസായ ഗ്രൂപ്പിലാണ് വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നത്, എല്ലാവരും ഒന്ന് കയറാൻ പറഞ്ഞിട്ട് ഒരു മെസ്സേജ് വന്നത് നമുക്ക്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ പ്രവർത്തിച്ചു. എന്നാലും ഒരുപാട് നാശനഷ്ടങ്ങൾ എല്ലാവർക്കും സംഭവിച്ചു ഇവിടെ. ഇനിയിപ്പോൾ എത്ര ദിവസം കൊണ്ട് നമുക്ക് ഇതിനെ സാധാരണ പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് ആക്കാൻ പറ്റും? അതുപോലെ തന്നെ ഈ നഷ്ടത്തിന് നമ്മൾ എങ്ങനെ ഇതിനൊരു പരിഹാരം? നഷ്ടത്തിന് ഇപ്പോൾ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ തന്നെയാണ്.
എല്ലാവരും നമ്മൾ അവരവരുടെ കയ്യിൽ നിന്ന് എടുത്ത് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. കാരണം കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നമുക്കത് ഈടാക്കാൻ പറ്റില്ല. കാരണം അവർ വർക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ട് നമുക്ക് തന്നിട്ട് നമുക്കത് നമ്മുടെ കയ്യിൽ നിന്ന് എടുത്ത് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ വരുന്നത്. എല്ലാ കടയിലേക്കും നല്ല രീതിയിൽ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എല്ലാവരും ആലോചിച്ചിരിക്കണം. ഇപ്പോഴും കടകളൊന്നും വൃത്തിയാക്കി കഴിഞ്ഞിട്ടില്ല. ഒരുപാട് പ്രശ്നങ്ങൾ എല്ലാവർക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ചിലർ വീട് മുങ്ങിയിട്ടുണ്ട്. രണ്ടും കൂടി ആകുമ്പോൾ അവർക്ക് താങ്ങാൻ പറ്റില്ലല്ലോ. വീടും വർഷാപ്പും എല്ലാം കൂടി ആകുമ്പോൾ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ. എങ്ങനെയാണ് ഒരുപാട് നഷ്ടമാണ്. ഇപ്പൊ ബാക്കിലോട്ട് നോക്കിയാൽ കാണാം, നമ്മുടെ കമ്പ്യൂട്ടറൈസ്ഡ് മെഷീനാണ് കിടക്കുന്നത്. ഇത് ഇവിടുന്ന് മൂവ് ചെയ്യിക്കണമെങ്കിൽ ക്രെയിനും കാര്യങ്ങളെല്ലാം വേണം. ആ സമയത്ത് ഒന്നും ലഭ്യമായിരുന്നില്ല. എന്നാലും ആൾക്കാരൊക്കെ ഇത് പൊക്കി വെച്ചിട്ടാണ് പിന്നെ അതിന്റെ ഡ്രൈവുകളും അതിന്റെ ഇലക്ട്രോണിക് പാർട്സ് ഒക്കെ പോയി. വീണ്ടും അത് വാങ്ങിച്ചു വെച്ചാലും എന്തോരം വർക്കിംഗ് ആവുമെന്ന് അറിയില്ല. അതിപ്പോ അതിനുവേണ്ടിയുള്ള ശ്രമത്തിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതിലാണ്. ഇത് കഴിഞ്ഞാലും നമുക്ക് എന്താണെന്ന് പറയാം. ഏകദേശം എത്ര ലക്ഷം വില വരുന്നതാണ് നമ്മുടെ ഈ ഒരു മെഷീൻ? 18 ലക്ഷം രൂപ വില വരുന്നുണ്ട്. അതിന്റെ കമ്പോൺസും കൂടി അതിന്റെ എക്സ്ട്രാ വരും. അതിന്റെ മെഷീനാണ് ഇപ്പൊ ഇങ്ങനെ ഈ കിടക്കുന്നത്. വർക്കിംഗ് ആവുന്നില്ലെന്ന് കണ്ടതിന് അറിയണം. എത്രത്തോളം ഒരു നഷ്ടം സംഭവിച്ചിട്ടുണ്ട്? നമുക്ക് നഷ്ടം വരികയാണെങ്കിൽ ഒരു 50 ലക്ഷത്തിന് മേളില് മിനിമം സ്റ്റോക്ക് ഉണ്ടായിരുന്ന കടയാണ്. എല്ലാ സാധനങ്ങളും കൊണ്ട് നിറച്ചിരിക്കുന്ന കടയാണ്. അപ്പോൾ ഒരു സുപ്രഭാതത്തില് ഒരു രാത്രി കൊണ്ടാണ് ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് ഈ പീച്ചി ഡാമിലെ അതോറിറ്റി ഉദ്യോഗസ്ഥർ അവരുടെ അനാസ്ഥ മൂലം സംഭവിച്ചിരിക്കുന്നു. എല്ലാം കൂടെ നല്ല രീതിയിൽ വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്ന എന്നെ ഒരു രാത്രി കൊണ്ട് ഒന്നുമില്ലാത്തൊരു ആത്മഹത്യയുടെ ഇതിലേക്ക് വരെ എത്തിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിന് ഉത്തരവാദിത്തപ്പെട്ട ആ ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് ഡിസ്മിസ് ചെയ്യുന്ന മാത്രമല്ല അവരുടേതായ സ്വത്തുവകകൾ കണ്ടുകിട്ടി ആമ്പല്ലൂരിലെ വ്യാപാരികൾക്കും മറ്റ് നഷ്ടം സംഭവിച്ച എല്ലാവർക്കുമായിട്ട് അത് കൊടുക്കണം എന്ന് തന്നെയാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. ഈ ബിൽഡിങ്ങിലുള്ള എല്ലാ കടകളിലേക്കും വെള്ളം കയറിയിട്ടുണ്ട്. അതായത് കുറുമാലിപ്പുഴയിൽ ഇത്ര ജലനിരപ്പ് വരുന്നിട്ടും പൊക്കത്ത് വന്നിട്ടും ഒരിക്കലും വെള്ളം കയറാത്ത പ്രദേശമായ ഇവിടെ കൃത്രിമമായി ഉദ്യോഗസ്ഥരെ അനാസ്ഥ മൂലം ആണ് ഇവിടെ ഈ പ്രളയം സൃഷ്ടിച്ചിരിക്കുന്നത്. അതിന് ബന്ധപ്പെട്ടവരെക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കും വരെ ഞങ്ങൾ വ്യാപാരി വ്യവസായി ഇതിൽ നിന്ന് സമരത്തിൽ നിന്ന് പിന്നോട്ട് പോവില്ല. ഇത്രയാണ് മെയിനായിട്ട് പറയാം. ഒപ്പം ഇത് നേരത്തെ അറിയായിരുന്നെങ്കിൽ ശരിക്കും നമുക്ക് ഇത് വേണമെങ്കിൽ എടുത്ത് വണ്ടിയിൽ മാറ്റാൻ പറ്റുന്ന ഒരു സാധനമായിരുന്നു അല്ലെ നമ്മുടെ ഉൽപ്പന്നങ്ങൾ. പക്ഷെ അത് അറിയാത്തതാണ് നമുക്ക് ഇത്രയും വലിയ നഷ്ടം ഉണ്ടാക്കിയത്. ഇവരൊരു മുൻകൂട്ടി സാധാരണ 6 അടിയൊക്കെ തുറക്കുമ്പോൾ എടുക്കേണ്ട മുൻകരുതലുകളൊന്നും എടുക്കാതെ നമ്മളൊന്നും അറിയിപ്പ് പോലും തരാതെ രാത്രിയാണ് ഇവർ വെള്ളം കൂടെ ഇറച്ചി കയറുന്നത്. ഒരു 5 മണിക്കൂർ മുൻപ് നമുക്കൊരു അറിയിപ്പ് കിട്ടിയിരുന്നുണ്ടെങ്കിൽ എടുത്ത് മാറ്റാവുന്ന സാധനങ്ങളേ ഉള്ളൂ. ഒരു വണ്ടി വിളിച്ച് കൊണ്ടുപോകുന്ന സാധനങ്ങളേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഈ ഭീമമായ നഷ്ടത്തിൽ നിന്ന് എനിക്ക് വഹിക്കേണ്ടി വരില്ലായിരുന്നു. അത് അവരുടെ കൃത്യവിലോപം തന്നെയാണത്. ഗ്ലോബൽ റെക്സിൻ ആൻഡ് ഫർണിഷിംഗ് എന്ന സ്ഥാപനത്തിലെ നമ്മുടെ സുധീരേട്ടന്റെ നഷ്ടങ്ങളെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. ഏകദേശം 58 ലക്ഷത്തോളം, ഒരുപക്ഷെ അതിൽ കൂടുതൽ തന്നെ നഷ്ടമുണ്ടായി എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. നമുക്കറിയാം, ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് നനഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഉപയോഗിക്കാൻ സാധിക്കാത്ത രീതിയിലേക്ക് പോകുന്ന തരത്തിലുള്ള മെറ്റീരിയലുകളാണ് ഇവിടെ ഉള്ളത്. റെക്സിൻ മെറ്റീരിയൽ, അതുപോലെ തന്നെ അപ്പോൾസറി വർക്കിന് ഉപയോഗിക്കുന്ന വിവിധ തരത്തിലുള്ള മെറ്റീരിയൽസ് ആണ് ഇവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതെല്ലാം തന്നെ വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഒരുപക്ഷെ ഇതിൽ കൂടുതൽ മെറ്റീരിയൽ ഇവിടെ ഉണ്ടായിരുന്നു. ഇതിന്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്ന വിവിധ വലിപ്പത്തിലും വിവിധ സൈസിലുമുള്ള സ്പോഞ്ചുകൾ ഉണ്ടായിരുന്നു. അതിന്റെ പല ലെയറുകളിലും വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതൊക്കെ തന്നെ വലിയ കനത്ത സാമ്പത്തിക ബാധ്യതയാണ്, വലിയ സാമ്പത്തിക നഷ്ടം തന്നെയാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക്, ഈ ഒരു ആമ്പല്ലൂർ പരിസരത്തുള്ള സ്ഥാപനങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. 10,000 രൂപ മുതൽ നോക്കുകയാണെങ്കിൽ ഏകദേശം 1/2 കോടിയിൽ പരം രൂപയുടെ നഷ്ടം ഈ ഒറ്റ ഒരു വ്യക്തിക്ക് മാത്രം, ഈ സുധീർ എന്ന വ്യക്തിക്ക് മാത്രം 1/2 കോടിയിൽ പരം രൂപയുടെ സാമ്പത്തിക നഷ്ടമാണ് ഈ ഒരു വെള്ളം തുറന്നു വിട്ടത് മൂലം ഈ പരിസരത്തുണ്ടായിട്ടുള്ളത്. ഈ രീതിയിൽ നമ്മൾ മുഴുവൻ കണക്കെടുക്കാൻ പോവുകയാണെങ്കിൽ ഒരുപക്ഷെ 15-20 കോടിയുടെ നഷ്ടം തന്നെ ഈ ഒരു മേഖലയിലെ വിവിധ വ്യാപാര വാണിജ്യ സ്ഥാപനങ്ങളിലും വർക്ക്ഷോപ്പുകളിലും മറ്റ് വിവിധ സ്വയം തൊഴിൽ സംരംഭങ്ങളിലും സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം സർക്കാരും പൊതുസമൂഹവും വലിയ ഗൗരവത്തോടെ എടുക്കുകയും സ്വീകരിക്കുകയും അത് ചർച്ച ചെയ്യുകയും ഈ ഒരു മേഖലയിൽ വലിയ സാമ്പത്തിക ബാധ്യതയിലേക്ക് കടന്നു പോകുന്ന, ഒരുപക്ഷെ ആത്മഹത്യയുടെ വക്കിൽ തന്നെ നിൽക്കുന്ന പല കുടുംബങ്ങളുമുണ്ട്. ഈ വ്യാപാരി വാണിജ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന സുഹൃത്തുക്കളുടെ കുടുംബങ്ങളെ സഹായിക്കാനും സംരക്ഷിക്കാനും അവർക്ക് ആവശ്യമായ പിന്തുണ നൽകി ഒരു പുനരധിവാസം സാധ്യമാക്കുന്നതിന് വേണ്ടി സമൂഹത്തിന്റെ ഭാഗത്തു നിന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്നും അർഹമായ ഒരു സംവിധാനം ഉണ്ടാകണം, ഒരു നിലപാടുണ്ടാകണം. ഇവരുടെ ദുരിതവും ദുരിതമാണ്, ഈ ദുരിതത്തിനും ആശ്വാസം വേണം എന്നാണ് NCTV പ്രേക്ഷകർക്ക് മുന്നിലും അതുപോലെ തന്നെ അധികാരികളുടെ മുന്നിലും ഈ വിഷയം കൊണ്ടുവന്ന് ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ സമീപ ഭാവിയിൽ പ്രധാനപ്പെട്ട ജനപ്രതിനിധികളും മന്ത്രിമാരും
മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിലും ഈ ഒരു വിഷയം എത്തിക്കുകയും അർഹമായ ഒരു പുനരധിവാസ പാക്കേജ് വെള്ളപ്പൊക്ക ദുരിതം പേറുന്ന വ്യാപാരികൾക്കും വാണിജ്യ സ്ഥാപനങ്ങൾ നടത്തുന്നവർക്കും ഉണ്ടാകണം എന്നുള്ള പ്രതീക്ഷയാണ് ഈ ഒരു പ്രോഗ്രാം പ്രേക്ഷകർക്ക് മുന്നിലേക്ക് കൊണ്ടുവരുമ്പോൾ NCTV-ക്കുള്ളത്. അത് സഫലമാകും എന്ന് തന്നെ വ്യാപാരികളോടൊപ്പം ഞങ്ങളും പ്രതീക്ഷിക്കുകയാണ്. ഈ ഒരു പ്രളയം മൂലം നഷ്ടം പറയുകയാണെങ്കിൽ ഇപ്പൊ നേരത്തെ സുധീർ പറഞ്ഞ മാതിരി തന്നെ ഓരോരുത്തരും നഷ്ടങ്ങൾ നമുക്ക് വിലമതിക്കാൻ കഴിയാത്ത നഷ്ടങ്ങളാണ്. കാരണം ഒരു സുപ്രഭാതത്തിൽ ഒരു ഇൻഫർമേഷൻ പോലും ഇല്ലാതെ മഴയോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ പകലോ രാത്രിയിലോ മഴ പോലും ഒന്നും ഇല്ലാതെയാണ് ഇത്രയും വെള്ളം ഈ 72-85 ഇഞ്ചൊക്കെ വെള്ളം തുറന്നു വിടാന്ന് പറയുന്നത് ഈ നമ്മളോട് ചെയ്ത ഏറ്റവും വലിയ ക്രൂരതയായിട്ടാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇവിടെ ഓരോ കടക്കാർക്കും ഈ ബേക്കറിയിൽ എന്ന് പറയാൻ മിനിമം എനിക്ക് തോന്നുന്നു ഒരു 3-4 ലക്ഷം രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ടാവും. അമ്മാരെ 1 ഗ്രാം ഗോൾഡ് ശശിയേട്ടൻ്റെ കടയിലൊക്കെ ഒരു 3-4 ലക്ഷം രൂപ എല്ലാ ഓർണമെന്റ്സും ചളി കയറിപ്പോയി. ഫോട്ടോസ്റ്റാറ്റ് കട, ഈ ബേക്കറിക്കാർ എല്ലാവർക്കും വൻ നഷ്ടങ്ങളാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഇത്രയും ഭീമമായ നഷ്ടം വരുത്തിയ ഈ സർക്കാർ നടപടിയെ കുറിച്ച് സർക്കാർ ഉദ്യോഗസ്ഥന്റെ ഈ ഉത്തരവാദിത്തമില്ലായ്മ ചെയ്തുകൊണ്ടുണ്ടായ ഈ ഭീമമായ നഷ്ടത്തിന് അവരുടെ പേരിൽ സ്വത്ത് കണ്ടുകെട്ടി നേരത്തെ പറഞ്ഞ മാതിരി സ്വത്ത് കണ്ടുകെട്ടി നടപടി സ്വീകരിക്കേണ്ടത് ആവശ്യമാണെന്നുള്ള കാര്യം പറഞ്ഞാൽ അത്രയും ഭീമമായ ഒരു നഷ്ടമാണ് ഇവിടെ എല്ലാവർക്കും. 2018 വെള്ളപ്പൊക്കം ഉണ്ടായെന്ന് പറഞ്ഞാൽ അത് പിന്നെ ഒരു ഫ്ലഡ് അതും ഉണ്ടാക്കിയത് തന്നെ എന്നാണ് പറയാം. അതിലുപരിയായിട്ട് ഈ ഒരു പീച്ചി ഡാം ഇങ്ങനെ തുറന്നുവിട്ട് ഇത്രയും നഷ്ടം ഓരോരുത്തരുടെ കാര്യം ചിന്തിക്കുമ്പോൾ നമുക്ക് വളരെയധികം പ്രയാസമുണ്ട്. ഓരോ ദിവസവും ഇനി ഇതൊക്കെ എങ്ങനെ കെട്ടിപ്പടുത്തുണ്ടാക്കും ഓരോരുത്തർക്കും ഓരോ ദിവസം ഇന്നത്തെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റാത്ത ഈ സാഹചര്യത്തിൽ ഈ ഭീമമായ നഷ്ടത്തിന് എന്ത് പരിഹാരം ആര് മാർഗം കാണും? ഇൻഷുറൻസ് കമ്പനിക്കാർ പോലും കൈമലത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ഈ ഇപ്പോഴത്തെ ഓരോ വ്യക്തികളുടെയും നഷ്ടത്തിനെ കുറിച്ച് സർക്കാർ തന്നെ മറുപടി പറയുന്നതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ പല വ്യാപാര സ്ഥാപനങ്ങളുടെയും ടാക്സ് സംബന്ധമായ അക്കൗണ്ട് സംബന്ധമായ കാര്യങ്ങൾ നിർവഹിക്കുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ അവരുടെ ഒരുപാട് ഡോക്യുമെന്റുകളും പിന്നെ അതിൻ്റെ സേഫ്റ്റി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ സൂക്ഷിക്കേണ്ട ഒരു കടമയും കൂടി എൻ്റെ സ്ഥാപനത്തിനുണ്ട്. അപ്പോൾ അത്തരം സാഹചര്യത്തിൽ ഇത് വളരെ ഉദ്യോഗസ്ഥരുടെ പലരുടെയും അനാസ്ഥ മൂലം തന്നെ എന്ന് പറയേണ്ടതായിട്ട് വരും. കാരണം പബ്ലിക് സർവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക്കിൻ്റെ സ്വത്തും ഇതുകളെല്ലാം സംരക്ഷിക്കേണ്ടതും വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ ചെയ്യേണ്ട ഉദ്യോഗസ്ഥർ അവരുടെ അനാസ്ഥ എന്ന് പറഞ്ഞു അവരെ അങ്ങനെ തന്നെയാണ് പറയേണ്ടത്. അനാസ്ഥ എന്ന് വെച്ചാൽ അവർക്ക് അനാസ്ഥ പാടില്ല, ഒരിക്കലും പാടില്ലാത്ത ആൾക്കാർ അവരത് റെസ്പോൺസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാത്തതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഇത്രയും വലിയൊരു സംഭവം ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായിട്ടും ഒരു പെട്ടെന്നൊരു സുപ്രഭാതത്തിലാണ് അന്ന് കാര്യമായിട്ടുള്ള മഴയൊന്നും ഇല്ലാത്ത ദിവസമായിരുന്നിട്ട് പോലും പെട്ടെന്ന് ഒരു വൈകുന്നേര സമയത്താണ് പെട്ടെന്ന് ഇത് ഒരു അടിക്കടി വെള്ളത്തിൻ്റെ ലെവല് വർദ്ധിച്ചുകൊണ്ടിരുന്നത്. ഒരു ഇൻഫർമേഷനും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് സാധനങ്ങൾ മാറ്റി സ്ഥാപിക്കാനോ വേറെ സ്ഥലത്തേക്ക് മാറ്റി ചെയ്യാനും പറ്റുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഈ അവസ്ഥ എന്ന് വെച്ചാൽ ഇവിടെ റോഡ് ലെവലിൽ നിന്ന് ഏകദേശം 4 അടിക്ക് മേലെ വെള്ളം കയറി. അപ്പോൾ വെള്ളം കയറുമ്പോൾ നമുക്ക് ഇവിടേക്ക് തൊട്ടടുത്ത് കനാൽ കൂടി ഉള്ളതാണ്. അപ്പോൾ അങ്ങോട്ട് അത് പോയി ഈ സാധനങ്ങൾ മാറ്റാനുള്ള അവസരം കൂടി ഉണ്ടായില്ല. കാരണം നമുക്ക് നമ്മുടെ സേഫ്റ്റിയും കൂടി എടുക്കേണ്ടതായിട്ടുണ്ട്. അതിനകത്ത് പാമ്പുകളും മറ്റ് ഇഴജീവികളൊക്കെ ധാരാളം ഒഴുകി വരികയും ഒപ്പം തന്നെ നമുക്ക് കനാലുള്ളത് കൊണ്ട് റോഡ് ഏത് കനാൽ ഏത് എന്ന് നമുക്ക് തീർച്ചപ്പെടുത്താൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമുക്ക് കടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്കാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കാര്യമായിട്ടുള്ള നഷ്ടങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ട്. ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലം തന്നെ പറയാൻ പറ്റുള്ളൂ. കാരണം ചെയ്യേണ്ട ഡ്യൂട്ടി കൃത്യമായിട്ട് ചെയ്യാത്തത് കൊണ്ട് കൃത്യനിർവഹണം ശരിയായ രീതിയിൽ നടക്കാത്തത് കൊണ്ട് മാത്രം സംഭവിച്ചിട്ടുള്ള ഒരു ഇതാണ്. വൈകിട്ട് ഒരു 11 മണി വരയ്ക്കും പോലും ഇപ്പം ഈ ഒഴുകണ പോലും വെള്ളം വന്നിണ്ടായില്ല. പെട്ടെന്ന് പുലർച്ചയ്ക്കാണ് നമ്മൾ അറിയണത് ഇവിടെ ഇത്രയും വെള്ളം കയറി. ഇവിടുന്ന് ആരും വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ഷോപ്പിൽ വെള്ളം കയറി എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ ഇങ്ങനെ കടക്കാൻ പറ്റാത്ത രീതിയിൽ ഞങ്ങളെ മിഷനറിയുടെ ഷോപ്പാണ്. എല്ലാ മിഷനും ഉള്ളിൽ വെള്ളം കയറി ഫുള്ളായിട്ട് ഇത്രപ്പം വെള്ളത്തിലാണ് ഞങ്ങൾക്ക് ഇത് കടക്കാൻ വരാൻ പറ്റിയില്ല. അപ്പം അത്രയ്ക്കും നഷ്ടമുണ്ടായി. ഒരു 2 ലക്ഷം രൂപയോളം ഞങ്ങളുടെ മിഷനറി തന്നെ വെള്ളത്തിൽ നശിച്ചു. ഇപ്പോൾ ആ ജനറേറ്റർ ഇതേക്ക് ഇവിടെ കിടക്കുന്ന വെള്ളത്തിൽ മുങ്ങി കിടക്കുകയാണ്. ഇപ്പോഴും അത് ഞങ്ങൾക്ക് ശരിയാക്കാനായിട്ട് പറ്റിയിട്ടില്ല. ഇത്രയും നഷ്ടം ഞങ്ങൾക്ക് സംഭവിച്ചു. ഇത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടായ അനാസ്ഥയാണ്. ഇത് ഞങ്ങൾക്കത് മുന്നോട്ട് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റാനുള്ള ഒരു സാവകാശം പോലും കിട്ടിയില്ല. ഇതറിഞ്ഞില്ല ഞങ്ങൾ. 11 മണിക്ക് പോകുമ്പോൾ ഇപ്പം ഈ ഒഴുകണ വെള്ളം പോലും ഈ ചാലിലില്ല. പിന്നെ നമ്മൾ ഇത് നേരം വെളുക്കുമ്പോൾ ഇതുമാതിരി ഇതുണ്ടാവും എന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയണ്ടേ. അത് അറിയാനുള്ളൊരു ഇതുണ്ടാക്കിയില്ല, സാഹചര്യം ഉണ്ടായില്ല. അറിയാനുള്ളൊരു സാഹചര്യം അവർ ചെയ്തിട്ടില്ല. ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്നുണ്ടായ അനാസ്ഥയാണിത്. ഇതിനെതിരെ എന്തായാലും ഒരു നടപടി വേണം. അപ്രതീക്ഷിതമായി ഉണ്ടായ ദുരന്തത്തിൽ വലിയ നഷ്ടങ്ങൾ നേരിടുന്ന വ്യാപാരികളെയും സഹായിക്കണം. വീട് നഷ്ടപ്പെട്ടവർക്കും കൃഷിനാശം സംഭവിച്ചവർക്കും സർക്കാർ സഹായങ്ങൾ നൽകുന്നതുപോലെ
വ്യാപാരികളുടെ ദുരിതത്തിൽ അവർക്ക് പിന്തുണയും കൈത്താങ്ങുമായി സമൂഹവും സർക്കാരുമാണ് ഉണ്ടാകേണ്ടത്. ഒരാവശ്യം വരുമ്പോഴും ആഘോഷം വരുമ്പോഴും രാഷ്ട്രീയ പാർട്ടികളും ആരാധനാലയങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും യുവജന ക്ലബ്ബുകളുമെല്ലാം പിരിവിനായി സമീപിക്കുന്നത് സമീപത്തുള്ള വ്യാപാര സ്ഥാപനങ്ങളെയാണ്. എന്നാൽ പീച്ചിയിൽ നിന്നും വൻതോതിൽ വെള്ളം തുറന്നുവിട്ടതുമൂലം കനത്ത നാശം നേരിട്ട വ്യാപാരികളെക്കുറിച്ച് അന്വേഷിക്കുന്നതിനോ വന്ന് സന്ദർശിക്കുന്നതിന് പോലുമോ ആരുമുണ്ടായില്ലെന്ന് ഇവർ പറയുന്നു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹികൾ മാത്രമാണ് ദുരിതം ബാധിച്ചവരെ ആശ്വസിപ്പിക്കാൻ എത്തിയത്. ഇന്ന് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഈ പാലിയേക്കരയിലും അതുപോലെ തന്നെ ആമ്പല്ലൂരും. കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് വ്യാപാരികൾക്കും അതുപോലെ അവരുടെ കുടുംബാംഗങ്ങൾക്കൊക്കെ. ഈ നാട് മുഴുവൻ വെള്ളത്തിൽ മുങ്ങാനുള്ള ഒരേ ഒരു കാരണം ഇവരുടെ അനാസ്ഥയാണ്. തീർച്ചയായും ഈ ഉദ്യോഗസ്ഥരുടെ, ഈ ഭാഗത്തുള്ള ഉദ്യോഗസ്ഥരുടെ, പഞ്ചായത്തുകാരായാലും അല്ലെങ്കിൽ വില്ലേജുകാരായാലും അതുപോലെ ജനപ്രതിനിധികളായാലും ഇവരൊക്കെ അറിയിക്കേണ്ട സമയത്ത് അറിയിച്ചിരുന്നെങ്കിൽ ഈ കടക്കാർക്കൊക്കെ ഇത് മാറ്റാമായിരുന്നു. കാരണം 10 മണിക്കൂർ സമയം കിട്ടുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ യുഗത്തിൽ പെട്ടെന്ന് ഇതൊക്കെ മാറ്റി ഇത്ര വലിയ നഷ്ടം വരാതെ കൊണ്ട് ശ്രമിക്കാമായിരുന്നു. ഇവരുടെ പേരിൽ വലിയ വീഴ്ചയാണ് ഉണ്ടായത്. ആ വീഴ്ചയെക്കുറിച്ച് അന്വേഷണം നടത്തണം. ആ അന്വേഷണത്തിന് വേണ്ടത്ര നടപടികൾ ഉണ്ടാകണമെന്നാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി തലോർ യൂണിറ്റിന്റെ പേരിലും അതുപോലെ തന്നെ ഞാൻ തൃശ്ശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് എന്നുള്ള നിലയിലും ഞാൻ ആവശ്യപ്പെടുകയാണ്. ഇവിടെ വലിയ രീതിയിലുള്ള അന്വേഷണം ആവശ്യമുണ്ട്. ഈ പ്രദേശം മുങ്ങാനുള്ള ഒരേ ഒരു കാരണം ഇത് തന്നെയാണ്. ആമ്പല്ലൂര് വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ യൂണിറ്റ് പ്രസിഡന്റാണ് ജോയ് പണ്ടാരിയാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. ഒപ്പം പിയൂസ് ചേട്ടനും ഉണ്ട്. നമുക്ക് ഇവരോട് ചോദിച്ചറിയാം എത്രത്തോളം ഒരു ദുരിതമാണ് ഈ ഒരു മേഖലയിലെ വ്യാപാരികൾക്ക് നേരിടേണ്ടി വന്നത്. ഒപ്പം ഇത് വിലയിരുത്തുമ്പോൾ ഏകദേശം എത്ര കോടിയുടെ ഒരു നഷ്ടം വിവിധ മേഖലകളിലായിട്ട് വ്യാപാരി വ്യവസായി സമൂഹത്തിന് ഉണ്ടായിട്ടുണ്ടാകുമെന്നാണ് കണക്കാക്കുന്നത്. ഞങ്ങൾ ഓരോ കടകളിലും കയറി ഇറങ്ങി കൃത്യമായിട്ട് വിലയിരുത്തലിന് നടത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ ആമ്പല്ലൂർ യൂണിറ്റിലെ ഏകോപന സമിതി എന്ന സംഘടനയുടെ കീഴിൽ മാത്രം 85ഓളം കടകൾക്ക് ബാധിച്ചിട്ടുണ്ട്. മറ്റു കടകൾ വേറെ. ഇതിലെല്ലാം കൂടി ഞങ്ങൾ വിലയിരുത്തിയത് 8 കോടി രൂപയിലധികം നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. 85 കടകളിൽ 85 കടകളിൽ മാത്രം. ഏകദേശം ഒരു 200ഓളം വിവിധ സ്ഥാപനങ്ങളുണ്ട്. അതിൽ ഒരു 20 കോടിയുടെ അടുത്ത് ശരിക്കും ഒരു നഷ്ടം മൊത്തത്തിൽ ഉണ്ടായിട്ടുണ്ടാകാം. അതിൽ തന്നെ ഒരു കടയിലേക്ക് മാത്രം ഇപ്പോൾ കുറച്ചപ്പുറത്ത് കാണുന്ന ഗ്ലോബൽ ടെക്സിന് മാത്രം 40 ലക്ഷം രൂപ ഒരു കടയ്ക്ക് മാത്രം വന്നിട്ടുണ്ട്. അതുപോലെ അവിടെ കുറച്ചാണ് CMC കട്ടിങ്, അവിടെ 28 ലക്ഷം രൂപ വരെ മെഷീൻ പോയി. അതേപോലെ അനവധി കടകൾക്ക്, ഇതൊന്നും വലിയ വലിയ കടകളൊന്നുമില്ല, ഒക്കെ ചെറിയ ചെറിയ കടകൾ. ആ കടകൾക്കൊക്കെ താങ്ങാനാവാത്ത നഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അവരൊക്കെ എങ്ങനെ ഇനി റിക്കവർ ചെയ്ത് പോരും എന്നറിയില്ല. അത്രയും വലിയ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിൽ നമുക്ക് ഇനി സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇപ്പൊ ഒരു പുനരധിവാസ പാക്കേജ്, ഇപ്പം ഉരുൾപൊട്ടൽ ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ വലിയ പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ, വലിയ കടലേറ്റങ്ങൾ ഉണ്ടാകുന്ന സ്ഥലങ്ങളിലൊക്കെ ഈ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് സഹായിക്കുകയും പുനരധിവാസ പാക്കേജ് ആവിഷ്കരിക്കുകയും ഒക്കെ ചെയ്യുന്നത് പോലെ വ്യാപാരികളെ സഹായിക്കാൻ, വലിയ നഷ്ടം അഭിമുഖീകരിക്കുന്ന വ്യാപാരികളെ സഹായിക്കാനായിട്ട് ഒരു പാക്കേജ് സർക്കാർ ആവിഷ്കരിക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും അത് ഞങ്ങൾ വളരെ വർഷങ്ങളായിട്ട് ഞങ്ങളുടെ സംസ്ഥാന തലത്തിൽ പോലും ആവശ്യപ്പെടുന്നതാണ്. പക്ഷെ വ്യാപാരികൾ എപ്പോഴും ഒരു രണ്ടാന്തരം പൗരന്മാരായിട്ടാണ് ഇവരൊക്കെ കാണുന്നത്. വ്യാപാരികൾ ഇവരുടെ കൂട്ടത്തിലേക്ക് കൂട്ടിയില്ല. അതിന് ഏറ്റവും വലിയ തെളിവ് ഇത്രയും വലിയൊരു ഭീകരമായിട്ടുള്ള ഒരു പ്രളയം ഇവിടെ ഉണ്ടായി. മരണം ഒന്നുണ്ടായുള്ളൂ. എന്നിട്ട് പോലും ഞാൻ പറഞ്ഞില്ല 8 കോടി രൂപ 85 കടകൾക്ക് മാത്രം സംഭവിച്ചു. എന്നിട്ട് പോലും നമ്മുടെ MP-യോ MLA-യോ പിന്നെ 3 പഞ്ചായത്തുകളുടെ സംഗമ പ്രദേശമാണ്. ഒരു പഞ്ചായത്തിന്റെ പ്രസിഡന്റ് പോലും, എന്തിനു വാർഡ് മെമ്പർ പോലും കൂടി തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇതിലൊരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ പറഞ്ഞതിൽ. നമ്മുടെ ജില്ലാ തലത്തിൽ നിന്ന്, നമ്മുടെ KVVSന്റെ ജില്ലാ തലത്തിൽ നിന്ന് എല്ലാവരും ഇവിടെ വന്നത് അത്ര ബുദ്ധിമുട്ടോടെ അനുഭവിക്കുന്നുണ്ട് എന്ന് കണ്ട് മനസ്സിലാക്കിയിട്ടാണ്. KVVSന്റെ ജില്ലാ കമ്മിറ്റി എന്ന് പറയുന്നത് ഈ നാടിനും വ്യാപാരികളും ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് കോടിക്കണക്കിന് രൂപ ഈ ഒരു കൊല്ലം കൊണ്ട് തന്നെ, കൃത്യമായിട്ട് പറഞ്ഞ എത്ര കോടിക്കണക്കിന് രൂപ 8 കോടി രൂപ ഒരു ചെലവാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ആ പൈസ സമൂഹത്തിന് കിട്ടേണ്ടതാണ്. ഇപ്പൊ അവര് അത് ആദ്യം വ്യാപാരികൾക്ക് കൊടുക്കണം, അത് എന്റെ വീടിന് ചെയ്യണം. ഇപ്പൊ ആ അവസ്ഥയിൽ ചിന്തിക്കാൻ പോയിരിക്കുകയാണ്. പക്ഷെ എന്തിനാണ് ഇവിടെ പ്രളയപ്രദേശമല്ല ഈ ആമ്പല്ലൂർ. അവിടെ ഇങ്ങനെ ഒരു മാൻമെയ്ഡ് ആയിട്ട് ഉണ്ടായത് കൊണ്ട് മാത്രമാണ് ബാക്കി കിട്ടേണ്ട കാരുണ്യ പ്രവൃത്തി കിട്ടേണ്ട ആൾക്കാർക്ക് പോലും കിട്ടാണ്ട് പോകുന്നത്. ആ അവസ്ഥയിലേക്ക് കൂടി ഇത് കടന്നു വന്നിരിക്കുകയാണ്.
അപ്പൊ ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാവണം. അല്ലെങ്കിൽ ഇന്ന് ഇവിടെ ജീവിക്കുന്ന ആൾക്കാർ ഒരുപാട് കാശ് ലക്ഷങ്ങൾ മുടക്കിയിട്ടാണ് അവരെ കടയും സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുള്ളത്. ഇതിന് ഈ നാളെ മുതൽ വാല്യൂ ഇല്ലാണ്ടാവുകയാണ്. ഇത് പ്രളയപ്രദേശമാണെന്ന് വിചാരിക്കുന്നു നാട്ടുകാർ ഈ വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ. ഇവിടെ ഇപ്പോഴും പല ആൾക്കാരും പ്രളയം കയറിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രളയം കയറിയ സ്ഥലം എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക് അടുത്ത ഭാവിയിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ട്, നഷ്ടങ്ങളുണ്ടാവും. അല്ലെങ്കിൽ നാളെ അവന്റെ കടത്തെ സാധനം വാങ്ങാൻ വരുമെന്ന് പേടിയുണ്ട്. അങ്ങനെ പോലും ഇപ്പൊ നിങ്ങൾ റിപ്പോർട്ട് എടുക്കാൻ പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും പല ആൾക്കാരും അതിന് വിസമ്മതിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അറിയാം അത് വന്ന സ്ഥലമാണെന്നും അതിന് മുമ്പ് വന്ന ഫോട്ടോസ് കണ്ടാൽ മനസ്സിലാവും ഇത് വന്ന സ്ഥലമാണെന്നും. ഇതൊക്കെ ഇതിന്റെ അകത്ത് നടക്കുന്നതാണ്. നമ്മൾ കാണാത്ത ഒരുപാട് നഷ്ടങ്ങൾ നമുക്ക് വരുന്നുണ്ട്. ആമ്പല്ലൂർ മേഖലയിലും പാലിയേക്കര മേഖലയിലുമുള്ള വ്യാപാരികൾക്ക് കനത്ത നഷ്ടം തന്നെയാണ് ഈ 2024 മഴക്കെടുതി മൂലം ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായിട്ടും വ്യാപാരികളുടെ ഭാഗത്തു നിന്നും ചിന്തിക്കുകയാണെങ്കിൽ ഇത് ഉദ്യോഗസ്ഥരുടെ തികഞ്ഞ അനാസ്ഥ മൂലം മനുഷ്യനിർമ്മിതമായ ഒരു പ്രളയമായിരുന്നു എന്ന് തന്നെയാണ് വ്യാപാരികൾ നോക്കിക്കാണുന്നത്. അവർക്കുണ്ടായിട്ടുള്ള നഷ്ടം എന്ന് പറഞ്ഞാൽ ഉപജീവന മാർഗം തന്നെ മുടങ്ങിപ്പോയ സാഹചര്യം ഉള്ള വ്യക്തികളും ഇക്കൂട്ടത്തിലുണ്ട്. 200-ലധികം വ്യാപാരികളാണ് ആമ്പല്ലൂർ മേഖലയിൽ മാത്രം മഴക്കെടുതി മൂലം ക്ലേശങ്ങൾ അനുഭവിക്കുന്നത്. പലർക്കും തങ്ങളുടെ ഉപജീവന മാർഗം അപ്പാടെ ഇല്ലാതാകുന്ന സാഹചര്യവുമുണ്ട്. ടൂൾസ് വാടകയ്ക്ക് നൽകിക്കൊണ്ട് ജീവിക്കുന്ന ഷോപ്പുകൾ നടത്തുന്നവർ അവരുടെ ഉപകരണങ്ങളെല്ലാം തന്നെ വെള്ളത്തിൽ മുങ്ങിപ്പോയത് മൂലം തങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത അവസ്ഥയിൽ അമ്പരന്ന് നിൽക്കുന്ന വിങ്ങിപ്പൊട്ടുന്ന വ്യക്തികളെ പോലും ഈയൊരു യാത്രയിൽ NCTV ന്യൂസ് സംഘത്തിന് കാണാൻ സാധിച്ചു. അവർ പറയുന്നതനുസരിച്ച് ഈ നഷ്ടത്തിന് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥരുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടി ഈ നഷ്ടം സഹിക്കുന്ന വ്യാപാരികൾക്ക് പരിഹാരം നൽകണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. തീർച്ചയായും ഈ ഒരു വിഷയം അധികാരികൾ വലിയ ഗൗരവത്തോടെ നോക്കിക്കാണുകയും അർഹമായ നടപടികൾ സ്വീകരിക്കുകയും വേണം എന്ന് തന്നെയാണ് വ്യാപാരികൾക്ക് വേണ്ടി NCTV ന്യൂസും അഭ്യർത്ഥിക്കുന്നത്. ക്യാമറമാൻ നന്ദുവിനൊപ്പം ബൈജു ദേവസി, NCTV ന്യൂസ്.